ഇവിടെ നോക്കി ഈ സൈഡിലൊക്കെ നോക്ക്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണുള്ളത് പറ ചലഞ്ച്. അതെ, ചലഞ്ച്. എന്ത് ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോണെന്ന് പറയാം. റബേക്കനെ കാണുന്നില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോബി എത്ര രൂപയാ? പറ. 100 രൂപ ചലഞ്ച്. എന്താ ഡോബി പറ? 100 രൂപക്ക് രണ്ടുപേർക്കും, അതായത് 2 ടീമാണ്. ഒന്ന് എമ്മിയും എൽസയും, 2 റബേക്കയും സാറയും. അപ്പൊ 2 ടീമിനും 100 രൂപ കൊടുക്കും. 100 രൂപക്ക് പർച്ചേസ് ചെയ്യണം. 100 രൂപക്ക് മാക്സിമം സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ നോക്കിയിട്ട് കൗണ്ട് ചെയ്യും. രണ്ടുപേരും എത്ര വീതം എടുത്തിട്ടുണ്ടോ അത് കൂടുതൽ എണ്ണം ഉള്ളവർക്ക് സമ്മാനം. ഒരേ സാധനം പർച്ചേസ് ചെയ്യാമോ? ഒരേ സാധനം ഇപ്പൊ 2 ടീമായിട്ടാണ് പോകുന്നത്. അങ്ങനെയല്ല, ഞങ്ങള് 1 രൂപയുടെ മുട്ടായി തന്നെ 100 രൂപ എടുത്താൽ അത് പറ്റൂല. ഒരു പാക്കറ്റ് മിഠായി അടിച്ചാൽ മതിയല്ല. അത് പറ്റൂല. വ്യത്യസ്തമായ സാധനങ്ങളായിരിക്കണം. ഇപ്പൊ ഒരു മിഠായി ആണെങ്കിൽ ഒരു മിഠായി പാടുള്ളൂ. അങ്ങനെ ഒരേ ടൈപ്പ് കുഴപ്പമുണ്ട്. അങ്ങനെ കുഴപ്പമുണ്ട്. അതായത് എക്ലെയറും കോപ്പിക്കോയും അങ്ങനെ പാടില്ല. ഇപ്പൊ ഒരു എക്ലെയർ എടുത്തിട്ട് വേണം ഡയറി മിൽക്ക് എടുക്കാം. അതായത് വ്യത്യസ്ത ഇപ്പൊ ക്യാൻഡി ആണെങ്കിൽ ക്യാൻഡി വരണം. ഡയറി മിൽക്ക് പോലത്തെ ചോക്ലേറ്റ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ വരണം. കൂടുതലാണ്. ഇവിടെ നോക്കി ഈ സൈഡിലൊക്കെ നോക്ക്. എത്രയാണാവും? 40 രൂപ. എത്രയാണെന്ന് അറിയാം. 5 രൂപ. സമയമായ 5:59 6 മിനിറ്റ് പോലെ. അല്ലേ ഞങ്ങളുടേത്? 7 മിനിറ്റ്. അതെ, ഇതാണ്. ഇതെടുക്കാനാ. ഓക്കെ അല്ലേ? ഇനി അവരുടെ റീസെറ്റ് ചെയ്തോട്ടെ. 0 സ്റ്റാർട്ട് ചെയ്യുവാണേ. താഴത്തിന് എന്തായാലും നിലവാരമായിരിക്കും.
അയ്യോ അത് വരും വരും. കിട്ടിയാ ഓക്കെ സ്റ്റോപ്പ്. 11 120 രൂപ 11 120 കാണിച്ചാ ബില്ല് കാണിച്ച് 120 രൂപ. അപ്പൊ വീട്ടിൽ ചെന്നിട്ട് പറയാം ആരാ ജയിച്ചെന്നൊക്കെ നോക്കണ്ടേ, എന്തൊക്കെ എടുത്തെന്ന് അറിയണ്ടേ. വീട്ടിൽ ചെന്ന് നോക്കാം അല്ലേ. ഇവരുടെ ബില്ല് ഞാൻ പറയാം. 121 രൂപ. നിങ്ങളുടെ 120 അല്ലേ അല്ലേ? ഞങ്ങളുടെ കേട്ടോ, ഞങ്ങൾക്ക് 120 രൂപയാണ്. ഞങ്ങളുടെ ടൈമൊക്കെ വീഡിയോനകത്ത് ഉണ്ടല്ലോ. ഞങ്ങളെ കുറച്ച് സമയം എടുത്തേക്കണം. അപ്പൊ ഞങ്ങൾക്ക് എത്ര ഉണ്ടെന്ന് 11 ഐറ്റം ഉണ്ട്. ലേസ്, പിന്നെ എന്താണ് വേഫി, പിന്നെ ഒരു ഫാൻറ്റ, പിന്നെ യോഗട്ട്, ലോട്ടെ ചോക്കോപ്പായ്, യിപ്പിയുടെ നൂഡിൽസ്, ബൂസ്റ്റ്, ഹെഡൻസിക്കിൻ്റെ ഫിൽസ്, ഹാപ്പിൻ്റെ പാർലേൻ്റെ ബിസ്ക്കറ്റ്, ബോൺകസ്. അപ്പൊ അങ്ങനെ 11 സാധനമാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. നമ്മളാണ് കേട്ടോ ജയിച്ചത്. ഞങ്ങളാണോ ജയിച്ചത്? നോക്കട്ടെ അവരുടെ എണ്ണം ബില്ല് വന്നേക്കുന്നത് 1 രൂപ കൂടി 121. അതായത് 100 രൂപ എന്ന് പറഞ്ഞിട്ട് അതിനേലും എന്തായാലും കൂടിപ്പോയി. പക്ഷെ അവരേലും ഒരു മലപ്പുറം വിട്ടു കൊടുത്തത്. ഞങ്ങക്ക് കൊക്കക്കോള 1, പിന്നെ ഹോർലിക്സ്, ഒരു വെള്ളം, പച്ചവെള്ളം, പിന്നെ സോപ്പ്, ലൈഫ് ബോയ്, പിന്നെ കാപ്പിപ്പൊടി, ഹോർലിക്സ്, കോലുമിഠായി, ഇത് മാംഗോ എന്നല്ല, ഇത് വെറുതെ പറ്റിക്കാൻ വേണ്ടി, നൂഡിൽസ്, പേസ്റ്റ്, കായപ്പൊടി. ഞാൻ വിചാരിച്ച് ഈ സാധനം ഇത്രയല്ലേ ഉള്ളു സൈസ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന് വില കുറവായിരിക്കുമെന്ന്. ഇതിന് വിലയുണ്ട്. പിന്നെ സിപ്പപ്പ്, പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്, പോളോ. അത് കാണാനില്ല, താഴത്ത്. പക്ഷെ ബില്ലിലുണ്ടത്. ആര് ജയിച്ചു പെട്ടെന്ന് പറയണം. ജഡ്ജി ജയിച്ചത് നിങ്ങളുടെ എത്രയാണ്? 11 ഐറ്റം 120 രൂപ. 13 എണ്ണം. നിങ്ങൾക്ക് 11, ഇവർക്ക് 13. പൈസ കൂടുതൽ അവർക്ക് തന്നെ. അപ്പൊ നിങ്ങൾ ടെക്നിക്കലി എല്ലാവരും തോറ്റ്. പക്ഷെ വെറുതെ കമ്പാരിസൺ ഇവര് ജയിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു 100 രൂപക്കാണ് ശരിക്കും പറഞ്ഞാൽ പർച്ചേസ് ചെയ്യാനുള്ളത് തന്നുള്ളെങ്കിലും അതൊരു സന്തോഷമായിരുന്നു അല്ലേ? കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ ഒരു ലിമിറ്റേഷൻ ഒന്നും ഇല്ലാണ്ട് കുറെ സാധനങ്ങൾ വാങ്ങിപ്പിടിക്കാൻ പറ്റും. അതാണ് എന്റെ ഒരു ഇവര് ജയിച്ചാരെ ആ സാധനം എടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗ്യത്തിന് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ബട്ടണിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നാളെ കാണാം. ബൈ.